ഷിരൂരിലെ തെരച്ചിലിൽ ഗംഗാവലി പുഴയിൽ നിന്ന് ടയറുകൾ കണ്ടെത്തിയ ടയറുകൾ ഗ്യാസ് ടാങ്കറിന്റേതാണ് എന്ന് സംശയമുണ്ട്. തെരച്ചിലിൽ കണ്ടെത്തിയ ലോറിയുടെ ഭാഗങ്ങൾ അർജുന്റേതല്ല എന്ന് ലോറി ഉടമ മനാഫും പ്രതികരിച്ചു. MLA വന്നു കഴിഞ്ഞാൽ സതീശേല MLA വന്നു കഴിഞ്ഞാൽ പറയുന്നത് അപ്പൊ കുറച്ചേരം ഇപ്പൊ വരുന്നുണ്ട് ആള്. ലോറിയുടെ കുറെ പാർട്സ് ഉണ്ട്, നമ്മളത് കുറവാ, നമ്മളതില്ല. കുറെ പാർട്സ് ഉണ്ട്, ഈ പാർട്സുകളൊന്നും നമ്മളതല്ല. ഉണ്ട്, ഉണ്ട്. ആംഗ്ലർ ബാക്ക് സൈഡില് മരങ്ങളുണ്ട്. ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ വീണ്ടും മാർക്ക് ചെയ്ത് നൽകുമെന്ന് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞു. ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അറിവ് കിട്ടുന്ന ഒരു CP1 അടുത്താണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രക്ക് നമ്മുടെ പ്രകാരം CP-ന്റെ 4-ന്റെ അടുത്തായിരിക്കും കിട്ടേണ്ടത്. അപ്പോൾ ഇത് അവർ ചെയ്യട്ടെ, അവിടെ അവർ കുറച്ച് ട്രക്കിൻ്റെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ പ്രകാരം അവിടെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഈ CP4-ലാണ് നമുക്ക് കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ടാകുന്നത്. അത് അവർക്ക് ശരിയായി പറഞ്ഞു കൊടുക്കണം. പിന്നെ അതിനെ ഡ്രഡ്ജിങ് ഓപ്പറേഷൻ എവിടെ എങ്ങനെ ചെയ്യുക, അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്നുകൂടെ അവരെ ഗൈഡ് ചെയ്യാൻ നോക്കും. അതാണ്. അപ്പോൾ അതിനെ ഇന്ന് വൈകുന്നേരം തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ കൂടെയൊക്കെ ഒന്ന് പോയി കയറിയിട്ട് സംസാരിച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. നമ്മുടെ ഈ ഐബോർഡ് സംവിധാനം അങ്ങനെ എന്തെങ്കിലും വേണ്ടോ? തൽക്കാലം ഐബോർഡ് വേണ്ടി വരില്ല. കാരണം ഐബോർഡ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ്സിൽ തന്നെ നമ്മൾ പോയി നോക്കണം ഫസ്റ്റ്. പിന്നെ അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഐബോർഡ്സ് കൊണ്ടുവരേണ്ടി വരും. പക്ഷെ അതിൻ്റെ ആവശ്യം വരില്ലാണ് എനിക്ക് തോന്നുന്നത്. ഈ 4 പോയിന്റിൽ ഏതൊരു പോയിന്റിൽ ഡെഫിനറ്റ്ലി ഒരു ഹൈ പ്രോബിലിറ്റി നമ്മുടെ ട്രക്കിൻ്റെ ഐറ്റംസ് കിട്ടാൻ. ഷിരൂരിൽ നിന്ന് KV ബൈജു തത്സമയം ചേരുന്നു. ബൈജു, 90% കിട്ടിയതെല്ലാം അർജുന്റെ ലോറിയുടേതല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് മനാഫും അല്പം മുൻപ് എത്തിയ ഒരു സാഹചര്യം. ഇന്ന് നടന്ന തെരച്ചിലിൽ അർജുനിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ലഭ്യമാകുന്നത്? അത് അടുത്ത ദിവസത്തേക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? അപർണ, അതിനു മുമ്പ് നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താൽക്കാലികമായി ഒരു പക്ഷേ ഈ ദൌത്യം നിർത്തിവെച്ചേക്കും. ഏതായാലും അല്പസമയത്തിനകം അതിനുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും ഇവർ പറയുന്ന കാരണം ഈ ഉത്തര കന്നഡ ജില്ലയിൽ വരുന്ന 3 ദിവസത്തേക്ക് ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴയത്ത് ഇത്തരത്തിൽ തിരച്ചിൽ ഡ്രഡ്ജിംഗ് ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്താൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഗംഗാവലി പുഴയിൽ വലിയ തോതിൽ വെള്ളം ഉയരാനൊക്കെ സാധ്യതയുള്ള സമയമാണിപ്പോൾ. ആ ഡ്രഡ്ജിംഗ് പൂർണ്ണമായും അവസാനിപ്പിച്ച് അത് കുറച്ചുകൂടി മുന്നോട്ട്, അതായത് തിരിച്ചു പോകുന്ന രീതിയിലേക്ക് ഇപ്പോൾ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ ഈ താൽക്കാലികം അർജുനായും അതുപോലെ തന്നെ മറ്റ് 2 പേർക്കുമായുള്ള തെരച്ചിൽ നിർത്തിവെച്ചേക്കാം, തൽക്കാലം നിർത്തിവെച്ചേക്കാം. ഒരു പക്ഷേ അത് പൂർണ്ണമായും നിർത്തിവെച്ചേക്കാം. അത്തരത്തിലേക്കുള്ള ഒരു ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പങ്കുവെക്കാനുള്ളത്. എന്തായാലും 3 ദിവസത്തേക്കുള്ള തുക മാത്രമാണ് ഈ കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. അതിനൊപ്പം ഇപ്പോൾ കാലാവസ്ഥ കൂടി പ്രതികൂലമാകുന്നതോടുകൂടി ഈ തിരച്ചിൽ നിർത്തിവെക്കാനുള്ള ഒരു സാധ്യത നേരത്തെ സൂചന ലഭിച്ചിരുന്നു. എന്തായാലും അതിന് ഒരു സ്ഥിരീകരണം ഉണ്ടാകണം. അല്പസമയത്തിനകം തന്നെ MLA ഉൾപ്പെടെ സതീഷ് സെയിൽ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണും. അതിലൊരു വ്യക്തത ഉണ്ടാകും. എന്തായാലും ജില്ലാ കളക്ടറുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് 3 ദിവസത്തേക്ക് റെഡ് അലർട്ടാണ് ഉത്തര കന്നഡ ജില്ലയിൽ. അത്തരം സാഹചര്യത്തിൽ മഴയുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ തിരച്ചിൽ നടത്താൻ സാധിക്കില്ല എന്നവർ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സൂചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ തിരച്ചിൽ നിർത്തിവെച്ചേക്കാം. ഇനി ഇത് അവസാന ദൌത്യമാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 80 മണിക്കൂർ 10 ദിവസം അങ്ങനെയാണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ പ്രഖ്യാപിച്ചതെങ്കിൽ ഇപ്പോൾ 3 ദിവസം തെരച്ചിൽ നടത്തി അർജുന്റെ ലോറിയോ അല്ലെങ്കിൽ ലോറിയുടെ പ്രധാന ഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാതെ ആ ദൌത്യം അവസാനമായി ഉപേക്ഷിക്കുമെന്നോ എന്ന ഒരു സൂചനയിലേക്കാണ് ഇപ്പോൾ കാര്യം പോകുന്നത്. ഏതായാലും അതിന് സ്ഥിരീകരണം വന്നിട്ടില്ല. ആ ഡ്രഡ്ജർ ഇപ്പോൾ ഗംഗാവലി പുഴയിൽ നിന്നും പുറത്തേക്ക് മാറി കരയോടടുപ്പിച്ച് മറ്റ് ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്ന ആ ദൃശ്യമാണ് കാണുന്നത്. CP4-ഉം പിന്നിട്ട് ഈശ്വർ മൽപ്പെ തെരച്ചിൽ നടത്തിയ ആ ഭാഗവും പിന്നിട്ട് ഡ്രഡ്ജർ കൂടുതൽ ദൂരത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനി ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമാണ് വരേണ്ടത്. അത് MLA-യുടെ ഭാഗത്തു നിന്നും അല്പസമയത്തിന് വരും. എന്തായാലും തിരച്ചിൽ
എത്തുന്നതിലേക്കുള്ള ഒരു സൂചന ഇപ്പോൾ വരുന്നുണ്ട്. അതേസമയം ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇന്ന് നടത്തിയ തെരച്ചിലിൽ പ്രധാനമായും ടാങ്കർ ലോറി, നേരത്തെ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ അവശിഷ്ടങ്ങളാണ് കിട്ടിയത്. പ്രധാനമായും 4 ടയർ, അതിനൊപ്പം അത്തരത്തിലുള്ള കുറച്ച് വസ്തുക്കൾ. ഏതായാലും അർജുന്റെ വാഹനത്തിന്റെ ഒരു ബമ്പർ ലഭിച്ചു എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് ആ ബമ്പർ അത് സ്ഥിരീകരിക്കാൻ മനാഫിനി ഡ്രഡ്ജറിൽ അകത്തുപോയി കണ്ടപ്പോൾ അത് സ്ഥിരീകരിക്കാൻ മനാഫിന് സാധിച്ചിട്ടില്ല. എന്തായാലും കാര്യമായ ഭാഗങ്ങളൊന്നും ലഭിക്കാതെ കയറും കുറച്ച് തടിക്കഷ്ണങ്ങളും മാത്രമാണ് അർജുന്റെ വാഹനത്തിന്റെ ഇതുവരെയായി ലഭിച്ചത്. അതിനുശേഷം ഏതെങ്കിലും കാര്യമായ ഭാഗമോ ലോറിയെ കൃത്യമായി കണ്ടെത്താനോ ഒന്നും കഴിഞ്ഞില്ല. അത്രത്തോളം ഗംഗാവലി പുഴയിലെ മണ്ണിനടിയിൽ അർജുന്റെ ലോറി ഇത്തരത്തിൽ പൂണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ആ ഇന്നലെ കിട്ടിയ അസ്ഥി അത് വലിയ പ്രതീക്ഷയായിരുന്നു. ഇനി ഒരു പക്ഷേ അത് അർജുന്റേതാകുമോ, അതല്ല മറ്റു 3 പേരുടേതാകുമോ, 2 പേരുടേതാകുമോ എന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതും അസ്ഥാനത്തായിരിക്കുന്നു. അത് മൃഗത്തിന്റേതാണെന്ന ഒരു നിഗമനത്തിലേക്ക് കൂടി എത്തുന്നു. എന്തായാലും ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ്. ബൈജു പറഞ്ഞതുപോലെ തന്നെ കണ്ടെത്തിയ ഭാഗങ്ങൾ അർജുന്റെ ലോറിയുടേതാണെന്ന് കരുതിയിരുന്ന ഭാഗങ്ങൾ അതല്ല എന്ന നിഗമനത്തിലേക്കും സ്ഥിരീകരണത്തിലേക്കും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ അസ്ഥിയും മനുഷ്യന്റേതല്ല എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തെരച്ചിലൊന്നും ശുഭകരമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഈ തെരച്ചിലുമായി മുന്നോട്ടു പോകാൻ തക്കവണ്ണമുള്ള തെളിവുകളൊന്നും ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഈ താൽക്കാലത്തേക്ക് തെരച്ചിൽ നിർത്തുന്നു എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണോ? അതായത് വലിയ പ്രതീക്ഷയില്ല തെരച്ചിലിൽ എന്നൊരു നിഗമനത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ടാകുമോ? അതുകൊണ്ട് കൂടിയായിരിക്കുമോ ഇത് താൽക്കാലികമായിട്ട് ദൗത്യം അവസാനിപ്പിക്കുന്നതാണോ, അതോ ഈ ദൗത്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം 10 ദിവസത്തേക്കാണ് ഇത് വാടകയ്ക്ക് എടുത്തതെങ്കിലും ഇതിന് 3 ദിവസത്തെ കരാർ തുക മാത്രമേ നൽകിയിട്ടുള്ളൂ. അത് ഇന്നേക്ക് അവസാനിക്കുകയാണ്. ഒപ്പം കാലാവസ്ഥ കൂടി പ്രതികൂലമായി ഈ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ വളരെ എളുപ്പമാണ് ഇവർക്ക് ഇതിൽ നിന്നും പിന്മാറാൻ. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഈ തെരച്ചിലിൽ ഫലം കണ്ടില്ല എന്നതാണ് വാസ്തവം. നമുക്ക് ഒരു പക്ഷേ ചില സമയങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ലോറിക്കരികിലേക്ക്, അത്തരത്തിൽ അർജുന്റെ അരികിലേക്ക് എത്തുന്നതൊക്കെ. പക്ഷേ അതെല്ലാം നിരാശ മാത്രമാണ് സമ്മാനിച്ചത്. എന്തായാലും ആ ടാങ്കർ ലോറിയുടെ ഇത്രയും 3 ദിവസം വലിയ തോതിലുള്ള ഈ തെരച്ചിലിൽ ടാങ്കർ ലോറിയുടെ കുറച്ച് അവശിഷ്ടങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന്റെ ലോറിയുടെ ആ മരവും തടിക്കഷ്ണവും കുറച്ച് കയറും ഇത്രയും മാത്രമാണ് ലഭിച്ചത്. വലിയ തോതിലുള്ള ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അസ്ഥിയുടെ കാര്യത്തിലും അത് തന്നെയാണ് നിരാശയുണ്ടാക്കിയത്. വലിയ പ്രതീക്ഷ അതിലും ഉണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ ഇതെല്ലാം നിരാശയാണ് ഉണ്ടാക്കിയത്. എന്തായാലും അതുകൊണ്ട് ഒരു പക്ഷേ ഇത് കുടുംബത്തെ ഇത്തരത്തിൽ കാര്യങ്ങൾ ബോധിപ്പിച്ച് അതിനുശേഷം അവരും മാനസികമായി തയ്യാറെടുത്തിരുന്നു. ഈ ദൌത്യത്തോടുകൂടി ഇത് അവസാനിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ അവരോട് വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ കുടുംബവും അത് അവരെയും കൂടി അത്തരത്തിൽ പരിഗണനയിലെടുത്തതിന് ശേഷം ആ തീരുമാനം പ്രഖ്യാപിക്കും. എന്തായാലും ഇത് നിർത്താനുള്ള ഒരു സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ബൈജു, അതോടൊപ്പം തന്നെ മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുന്നതും ആ തരത്തിൽ തന്നെ വേണമോ വ്യാഖ്യാനിക്കാൻ? ഒപ്പം ഈശ്വർ മാൽപ്പെ അടക്കമുള്ളവർ ഇനി തിരുശ്ശൂരിലേക്ക് തിരികെ എത്താനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയുകയാണോ? അതായത് അങ്ങനെ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നവരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ ഇനി ഈശ്വർ മാൽപ്പയ്ക്ക് ഇവിടെ തെരച്ചിൽ നടത്താൻ സാധിക്കില്ല. പറഞ്ഞ റെഡ് അലർട്ടാണ്. റെഡ് അലർട്ടിന് ഒരു കാരണവശാലും ഈ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങാൻ അനുമതി ഉണ്ടാകില്ല. അത് മാത്രമല്ല, നമുക്കറിയാം ഈ ശിരൂരിൽ ഗംഗാവലി പുഴയുടെ തീരത്തൊക്കെ ആ ശക്തമായ മഴയത്ത് ഒന്ന് ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അത്രത്തോളം വലിയ മഴ വരുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇനി റെഡ് അലർട്ട് ഉണ്ടായാൽ ഡ്രഡ്ജർ പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിരിക്കുന്നു. ശക്തമായ മഴ കാരണം. അതുകൊണ്ട് തന്നെ ഈ ദൌത്യം എന്തായാലും 3 ദിവസത്തേക്ക് ഈ ദൌത്യം നിർത്തിവെക്കേണ്ട സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. പിന്നീട് അത് തുടരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ഇതിലൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നെങ്കിലും കാര്യമായ വസ്തുക്കളൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായതുകൊണ്ട് എന്തിനാണ് ഈ തെരച്ചിൽ നടത്തുന്നത്? ഇനി ലോറിക്കരിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ ആ ഭാഗങ്ങൾ പോലും കണ്ടെത്താതെ രീതിയിൽ എങ്ങനെ തെരച്ചിൽ നടത്തുമോ എന്നൊക്കെ ഒരു ആലോചന ഈ കർണാടക സർക്കാരിന്റെ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും ഇന്ദ്രബാലൊക്കെ എത്തി. ഇന്ന് വലിയ പ്രതീക്ഷ പകർന്ന ഒരു ദിവസമായിരുന്നു. ഇന്നെങ്കിലും ആ ഒരു ഉത്തരം കിട്ടുമെന്നത് സംബന്ധിച്ച്. പക്ഷേ അതൊന്നും നടന്നില്ല. ഏതായാലും കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ വലിയ വില്ലനായിരിക്കുന്നത്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ദിവസത്തെ കരാർ തുക മാത്രമേ ഈ ഡ്രഡ്ജർ കമ്പനിക്ക് നൽകിയിട്ടുള്ളൂ. 96 ലക്ഷം രൂപയ്ക്ക്
80 മണിക്കൂർ, അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ 10 ദിവസം, അത്തരത്തിൽ 80 മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ കരാറെടുത്തെങ്കിലും 3 ദിവസത്തെ മാത്രം തുകയാണ് കൊടുത്തത്. MLA ഫണ്ടിൽ നിന്നും ഉൾപ്പെടെ അത്തരത്തിൽ ആണ് ഈ തുക കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ദൌത്യവുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ എന്തായാലും ആശങ്കയുണ്ട്. അത് പൂർണ്ണമായും നിർത്തും. കുടുംബത്തിന്റെയും കൂടി കാര്യങ്ങൾ ബോധിപ്പിച്ചതിന് ശേഷമായിരിക്കും ഈ തെരച്ചിൽ എന്നേക്കുമായി നിർത്തുക. എന്തായാലും അത് സംബന്ധിച്ച സ്ഥിരീകരണം അല്പസമയത്തിനകം നൽകാൻ കഴിയും. ഔദ്യോഗികമായി തന്നെ ആ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന സൂചനകൾ മാത്രമാണിത്. സൂചന പ്രകാരം ഈ ദൌത്യം ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്തരത്തിലാണ് കലക്ടറുമായി സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല, ഇനിയിപ്പോൾ റെഡ് അലർട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഈ ഡ്രഡ്ജർ ഇവിടുന്ന് പോകാതെ ഇവിടെ തന്നെ ഉണ്ടായി. അത് പിന്നീട് വീണ്ടും തെരച്ചിൽ തുടരുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് കാര്യമായ ഒന്നും തന്നെ വസ്തുക്കളൊന്നും ലഭിക്കാത്ത സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ ഗംഗാവലി പുഴയിൽ വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഇപ്പോൾ തന്നെ രാവിലെ വേലിയേറ്റ സമയത്ത് വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 5.5 മീറ്റർ മാത്രം നീളമുള്ള ഒരു ഡ്രഡ്ജറിന്റെ ആ യന്ത്രഭാഗം അത് ഒരു പക്ഷേ അടിത്തട്ടിലേക്ക് എത്താത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ തെരച്ചിൽ തുടർന്ന് എന്ത് കാര്യം എന്നൊരു ചോദ്യം ഇവർ ചോദിക്കുന്നുണ്ട്. ഏതായാലും ജിതിനും അഞ്ജുവും അവരും ഇപ്പോൾ ഇവിടെയുണ്ട്. അവരുമായി ജില്ലാ ഭരണകൂട അധികാരികൾ സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം അവരുടെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക. താൽക്കാലികമായി അതാണ് ബൈജു, അർജുന്റെ കുടുംബാംഗങ്ങളോടുകൂടി ഈ വിഷയം അറിയിച്ചിട്ടുണ്ടോ? അതായത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ് എങ്കിൽ അത് ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കും അർജുന്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നാണ് നമുക്ക് ഉള്ള സൂചനകളൊക്കെ? അർജുന്റെ കുടുംബാംഗങ്ങൾ, അതായത് അഞ്ജു ഇന്നലെ പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർ തിരിച്ചു പോയില്ല. അവർ ഇവിടെ തന്നെയുണ്ട്. അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് അവരെയും കൂടി കാര്യങ്ങൾ ബോധിപ്പിച്ച് ഈ ദൌത്യം ഒരുപക്ഷെ ഇപ്പോൾ എന്നേക്കുമായി അവസാനിപ്പിച്ചേക്കാം. ഇനി അർജുനും അർജുന്റെ ലോറിയും കാണാമറയത്ത്, അതുപോലെ തന്നെ ലോകേഷും ജഗന്നാഥും അവരും കാണാമറയത്ത് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്. എന്തായാലും കാലാവസ്ഥ പെട്ടെന്നാണ് ഇവിടെ മാറിയതും ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ വന്നതും. ഇന്നലെയും ഇന്നും ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ ഒരു മഴ മൂടം തന്നെയാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിൽ വലിയൊരു മഴയുടെ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ എന്തായാലും തിരച്ചിൽ തുടരാൻ 3 ദിവസത്തേക്ക് എന്തായാലും തിരച്ചിൽ തുടരാൻ കഴിയാത്തൊരു സാഹചര്യം വരും. പിന്നീട് ഈ ഇത്രയും സംവിധാനങ്ങൾ അതെങ്ങനെ നീട്ടിവെക്കുന്നത് എന്തായാലും വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും ശിരൂർ ദൌത്യം ഇവിടെ എന്നേക്കുമായി ആ 3ാമത്തെ ദൌത്യം 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും ഇപ്പോൾ 3ാം ഘട്ടത്തിലുള്ള ആ ദൌത്യത്തോടുകൂടി ഈ ശ്രമം ഉപേക്ഷിക്കുകയാണ് എന്ന് വേണം. അത്തരത്തിലേക്കാണ് ഇപ്പോൾ ഈ സൂചന വരുന്നത്. എന്തായാലും അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ. ഷിരൂരിൽ നിന്ന് KV ബൈജു നൽകുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, അർജുനെ ഉള്ള തെരച്ചിൽ ദൌത്യം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു. അതായത് അർജുൻ ദൌത്യം തന്നെ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നതിലേക്ക് പോകുന്നു. അർജുനും ലോറിയും കാണാമറയത്തേക്ക് എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഈ കഴിഞ്ഞ 2 മാസത്തിലേറെയായി തുടരുന്ന തെരച്ചിലിന് വിരാമം ഇടുകയാണ് എന്നുള്ളൊരു സൂചനകൾ വരുന്നു. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. ഷിരൂരിൽ നിന്ന് KV ബൈജു സമയം വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.